ദയ താഴേക്ക് ചെല്ലുമ്പോൾ ജ്യോതിയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. ലക്ഷ്മിയമ്മ അവർക്ക് കുടിക്കാനുള്ളത് കൊടുക്കുന്നു. അച്ഛനും മാമയും മഹിയേട്ടനും അപ്പുവേട്ടനും ഉഷാമയും ഒക്കെ ഉണ്ട് അവരുടെ അടുത്ത്. അച്ഛനും മാമയും ചിരിയോടെ തന്നെ അവരോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദയ അവരുടെ അടുത്തേക്ക് നടന്നു. ആ കിച്ചു, ഇതാണ് ദയ. ജ്യോതി ദയയെ കണ്ടപ്പോൾ തന്നെ കിരണിനെ പരിചയപ്പെടുത്തി. കിരൺ ചെറുചിരിയോടെ അവളെ നോക്കി. അവളും അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പൊ ദയ, ഞങ്ങൾ ഇറങ്ങുവാ കേട്ടോ. ആയുഷിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇറങ്ങുവാ കേട്ടോ ആയുഷ്. വരുമ്പോ കൂടെ വാ കേട്ടോ. അല്ല, തന്റെ വാലുകൾ എന്തേ? ജ്യോതി ദയോട് ചോദിച്ചു. അവര് റൂമിൽ ഫ്രഷ് ആകുക, ഇപ്പൊ വരും. ആ ശരിയെന്നാ, താൻ പറഞ്ഞിരുന്നാ മതി. വരുമ്പോ അവരെയും കൂടെ കൂട്ടിക്കോ കേട്ടോ. ജ്യോതി പറഞ്ഞപ്പോ കൊണ്ടുവരാ എന്ന പോലെ തലയാട്ടി. ജ്യോതി അപ്പുവിനോടും മഹിയോടും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അവരുടെ കാലിൽ വീണു. ജ്യോതി കാലിൽ വീണതും ലക്ഷ്മിയമ്മ ഒന്ന് അമ്പരന്നു. അയ്യോ, എന്താ മോളെ ഈ കാണിക്കുന്നത്? ലക്ഷ്മിയമ്മ ജ്യോതിയെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് വേണോ അമ്മേ? ജ്യോതി അത് പറഞ്ഞത് ലക്ഷ്മിയമ്മ അവളെ ചേർത്ത് പിടിച്ചു. മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും, ലക്ഷ്മിയമ്മ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഇതൊക്കെ കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുവാണ്. മുകളിൽ നിന്ന് താഴേക്ക് വന്ന ആരും കാണുന്നത് ഈ കാഴ്ചയാണ്. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ജ്യോതി ലക്ഷ്മിയമ്മയുടെ അടുത്തു നിന്നും കൃഷ്ണൻ നായരുടെ വാസുദേവന്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ അനുഗ്രഹവും വാങ്ങി. നിറഞ്ഞ ചിരിയോടെ തന്നെ അവര് ജ്യോതിയെ അനുഗ്രഹിച്ചു. അവര് മനസ്സിൽ നന്മയുള്ള മാതാപിതാക്കളാണ്. അവരുടെ മക്കൾ മാത്രം നന്നാവണം എന്ന് കരുതുന്ന മാതാപിതാക്കളല്ല. എല്ലാ മക്കളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. അതും പറഞ്ഞ് ജ്യോതി കാറിലേക്ക് കയറി. കിരൺ എല്ലാവരെയും ഒന്ന് നോക്കി തലയാട്ടിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കാറ് മുന്നോട്ട് പോകുമ്പോൾ ജ്യോതി തിരിഞ്ഞു നോക്കി കൈ വീശി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്റെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ആയുഷ്. അപ്പോഴും ജ്യോതിയുടെ കണ്ണുകളിൽ ദയ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അപ്പുവിന്റെ മുഖമായിരുന്നു. തനിക്ക് അപ്പുവിനേക്കാൾ നല്ലൊരു ജീവിതം തരാൻ കഴിയുന്നവനാണ് തനിക്കൊപ്പം ഇരിക്കുന്നത് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്താടോ, സങ്കടം മാറിയില്ലേ? കിരണിന്റെ ചോദ്യം കേട്ട് സീറ്റിലേക്ക് ചാരിക്കിടന്ന ജ്യോതി തല തിരിച്ചു നോക്കി. പിന്നെ അവനൊരു ചിരി നൽകി. ഇപ്പോഴും ആയുഷിനെ മറക്കാൻ നിനക്കായില്ലേ ജ്യോതി? കിരൺ സങ്കടത്തോടെ ചോദിച്ചു. അതിന് ജ്യോതി ഒന്ന് ചിരിച്ചു. ആയുഷ് എന്ന വ്യക്തിയെ ആയിരുന്നില്ല കിച്ചു ഞാൻ സ്നേഹിച്ചത്, അയാളിലുള്ള ഭർത്താവിനെയാണ്. ഒരാൾക്ക് മറ്റൊരാളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ, മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്കും ഉണ്ടായിരുന്നു കിച്ചു അങ്ങനെ ഒരു ഭർത്താവ്. അയാളിൽ നിന്ന് എനിക്ക് കിട്ടിയത് വേണ്ട, അതൊന്നും ഇനി നീ ഓർക്കേണ്ട. ഇനി എന്തിന് ഞാൻ നിന്റെ കൂടെ കാണും. നീ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി. കിരൺ ജ്യോതിയെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടിൽ അവന്റെ കൈവച്ച് തടഞ്ഞു പറഞ്ഞു. ജ്യോതി കിരണിനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പു ജ്യോതി പോയപ്പോ മുതൽ ദയ അന്വേഷിച്ച് നടക്കുവാണ്. അവര് പോയതും മഹിയും ഉഷാമയും അതിന് പുറകെ പോയിരുന്നു. ദയ ലക്ഷ്മിയമ്മയുടെ കൂടെ നിൽക്കുന്നത് കണ്ടിരുന്നു. ഒന്ന് രണ്ട് വട്ടം കണ്ടപ്പോ മുകളിലേക്ക് വരാൻ അപ്പു കണ്ണുകൾ കൊണ്ട് പറഞ്ഞെങ്കിലും ദയ അത് മൈൻഡ് ചെയ്തില്ല. അപ്പു രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് നടന്നു. അടുക്കള വാതിലിൽ നിന്ന് അകത്തേക്ക് നോക്കി. അപ്പു കണ്ടു അമ്മയുടെ കൂടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്ന ദയെ. ഈ പെണ്ണിന് എന്നോട് മിണ്ടാനേ ഉള്ളു പാട്, ബാക്കി എല്ലാവരോടും മിണ്ടുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പു അകത്തേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. എന്താ ഇവിടെ ഒരു ഒളിഞ്ഞു നോട്ടം? പെട്ടെന്ന് ആരുവിന്റെ സൗണ്ട് കിട്ടതും അപ്പു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്നുണ്ട് ആരും. അപ്പു ഒരു വളിച്ച ചിരി ആരുവിനെ നൽകി. അയ്യോ, എന്താ ഒരു ചിരി? ആരു എളിക്ക് കൈകൊടുത്ത് നിന്നോണ്ട് പറഞ്ഞു. എന്താ ഇവിടെ ഒരു കള്ളത്തരം? ആര് ചോദിച്ചപ്പോൾ അപ്പു ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് ആരുവിനെ ചേർത്ത് പിടിച്ചു. ഒരു കള്ളത്തരവും ഇല്ല, നിന്റെ കൂട്ടുകാരി ഒന്ന് കാണാൻ വന്നത്. നീ അങ്ങോട്ട് ചെന്ന് അവളോട് അപ്പൂട്ടം വിളിക്കുന്നെന്ന് പറ ചെല്ലേ. അതും പറഞ്ഞ് അപ്പു ആരുവിനെ അടുക്കളയിലേക്ക് തള്ളിവിട്ടിട്ട് റൂമിലേക്ക് പോയി. ആരു അപ്പുവിന്റെ തള്ളലിൽ ലക്ഷ്മിയമ്മയുടെ ദേഹത്തിടിച്ചു നിന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ വീണു. ഈ പെണ്ണെ, നിനക്ക് കണ്ണു കണ്ടൂടെ? ലക്ഷ്മിയമ്മ ചോദിച്ചപ്പോൾ ഞാനല്ലമ്മേ, ഏട്ട എന്നെ തള്ളിവിട്ടതാ. ആരും അടുക്കള വാതിൽക്കലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ നിന്നോട് കുട്ടി കളിക്കാൻ നിൽക്കുവല്ലേ? എന്തേലും ചെയ്തിട്ട് ആരെങ്കിലും തലയിലാക്കിയാൽ മതിയല്ലോ. ലക്ഷ്മിയമ്മ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ ആര് വാതിൽക്ക് നിൽക്കുന്ന ഏട്ടനെ തിരയുന്ന തിരക്കിലായിരുന്നു. എന്നാലും ആ പട്ടിയേട്ട എങ്ങോട്ട് പോയി? ആര് വാതിൽക്കലേക്ക് നോക്കി പിറുപിറുത്തു. ആരുവിന്റെ നിൽപ്പ് കണ്ട് ദയ ഉറക്കെ ചിരിച്ചു. ആര് നോക്കാൻ നേരം തന്നെ കളിയാക്കി ചിരിക്കുന്നു ദയ. ഡേ, നിന്റെ കെട്ടു നിന്നെ കാണാതാ ആ വാതിക്ക വരെ വന്നതെന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. എന്നെ കണ്ടപ്പോ ഒരു ചമ്മിയ ചിരിയൊക്കെ. ഞാനൊന്ന് കളിയാക്കിയനാണ്. നിന്നെ ഏട്ടൻ വിളിക്കുന്നു എന്ന് ചെന്ന് പറയാന്നും പറഞ്ഞോണ്ട് എന്നെ ഒരു തള്ളു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ലാൻഡായത്. ആര് ലക്ഷ്മിയമ്മയെ ദയെ നോക്കി പരിഭവത്തോട് പറഞ്ഞു. ആര് പറയുന്ന കേട്ട് ലക്ഷ്മിയമ്മ ചെറുചിരിയോടെ അവരുടെ ജോലി തുടർന്നു. അപ്പോഴും അവർക്കുള്ളിൽ സന്തോഷമായിരുന്നു. അവരുടെ മക്കൾ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയത്. ദയ ആരും അത്രയും പറഞ്ഞു കേട്ടു ഒരു ചമ്മയെ ചിരിച്ചിരിച്ചു. ചിരിക്കണ്ട, വേഗം ചെല്ലാൻ നോക്ക്, അവിടെ ഏട്ടൻ കാത്തിരിക്കുമായിരിക്കും. ആരും ഒരു പ്രത്യേക ഇണത്തിൽ പറഞ്ഞത് ദയ ആരുവിന്റെ കയ്യിൽ ഒരടി കൊടുത്തിട്ട് ലക്ഷ്മിയമ്മയെ ഒന്ന് പാളി നോക്കിയിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് നടന്നു. അയ്യേ, ഇപ്പൊ ഞാൻ 18 വയസ്സുള്ള പിള്ളേരെ പോലെ ആയല്ലോ. അപ്പോ കണ്ണാടിയെ തന്റെ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു.
അതെ, ദയെ കാണുമ്പോൾ എന്റെ മനസ്സ് 18 വയസ്സായി തീരുന്നു. ദയ റൂമിലേക്ക് ചെല്ലുമ്പോൾ അപ്പു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആള് കണ്ണാടി നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. എന്റെ മഹാദേവ, അപ്പോട്ടന് എന്താ പറ്റിയേ? ദയ ആലോചനയോടെ അപ്പുവിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോട്ട, എന്താ പറ്റിയേ? ദയ അടുത്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പു പൊടുന്നനെ അവളെ തിരിഞ്ഞു നോക്കി. അടുത്ത് നിൽക്കുന്ന ദയെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് സന്തോഷിച്ചെങ്കിലും പൊടുന്നനെ അവന്റെ മുഖം മാറി. ആദ്യം തന്നെ കണ്ടിട്ട് ചിരിച്ച ആളുടെ മുഖത്ത് പൊടുന്നനെ ഒരു പരിഭവം നിറഞ്ഞപ്പോൾ ദയക്ക് സത്യത്തിൽ ചിരി വന്നു. അപ്പോട്ടാ, എന്തിനാ എന്നെ വിളിച്ചേ? ദയ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നോണ്ട് ചോദിച്ചു. ഞാൻ ആരെയും വിളിച്ചില്ല. പെട്ടെന്ന് തന്നെ അവന്റെ മറുപടിയും വന്നു. ഓഹോ, നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം, അവൾ മനസ്സിൽ പറഞ്ഞു. ആര് പറഞ്ഞു എന്നെ അപ്പോട്ടം വിളിച്ചെന്ന്? ഞാൻ അവിടെ അപ്പച്ചയെ സഹായിച്ചോണ്ട് നിന്നതാ. എന്നാ ഞാൻ പോവാ. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നവളെ അപ്പോ ഒരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു. ദയക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുന്നേ അപ്പോ അവളുടെ മേലെ സ്ഥാനം പിടിച്ചു. നീ എവിടെ പോവാ? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു? അപ്പൊ ദയയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ദയ കണ്ണുകൾ ഇറുക്കി അടച്ചോണ്ട് ഒരു കുഞ്ഞു ചിരിയോടെ കിടപ്പുണ്ട്. കണ്ണ് തുറക്ക് പെണ്ണേ, അപ്പൊ അവളുടെ നെറ്റിയെ ഒരു ഉമ്മ കൊടുത്തോണ്ട് പറഞ്ഞു. ദയ ഇല്ലെന്ന പോലെ തല വെട്ടിച്ചു. ഓ, അപ്പൊ കണ്ണ് തുറക്കില്ല. അപ്പോയിട്ടെനറിയാം നിന്റെ കണ്ണ് എങ്ങനെയാണ് തുറപ്പിക്കേണ്ടതെന്ന്. അപ്പോ അതും പറഞ്ഞ് ദയയിലേക്ക് അമർന്നു. കളിച്ചും ചിരിച്ചും പ്രണയിച്ചും കാമിച്ചും ഒരിക്കൽ കൂടെ ഒരു ഒന്നുചേരൽ. പെണ്ണെ, ഉറങ്ങിയോ നീ? തന്റെ നെഞ്ച് തളർന്നുറങ്ങുന്ന പെണ്ണിന്റെ നഗ്നമായ മുതുകൽ വിരലോടിച്ചുകൊണ്ട് അപ്പു ചോദിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് മൂളി. ജ്യോതിയുടെ നിശ്ചയം അടുത്തു തന്നെ കാണും, അവളുടെ കൂടെ വന്ന കിരണുമായിട്ട്. അപ്പു അത് പറഞ്ഞതും ദയ മുഖമുയർത്തി അപ്പുവിനെ നോക്കി. ജ്യോതിയും കിരണും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ആരും ദയയും അച്ചും ഒക്കെ റൂമിലേക്ക് പോയതുകൊണ്ട് അവര് പറഞ്ഞൊന്നും അവളുമാര് കേട്ടില്ല. ജ്യോതിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ദയ അപ്പുവിനോട് ചോദിച്ചു അവരെന്താ പറഞ്ഞിട്ട് പോയതെന്ന്. റൂമിലോട്ട് വന്നാൽ പറയാം എന്നൊരു കള്ളച്ചിരിയോടെ അപ്പു പറഞ്ഞതുകൊണ്ട് അവന്റെ കണ്ണും വെട്ടിച്ചാണ് ദയ നടന്നത്. ഒടുവിൽ ദയ റൂമിൽ തന്നെ അവൻ എത്തിച്ചു. എന്താ എന്റെ മുഖത്തേക്ക് നോക്കി സ്വപ്നം കാണുന്നു? അപ്പു ദയയുടെ മൂക്കി പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചു. അപ്പോട്ടാ, എനിക്ക് വേദനിക്കുന്നു കേട്ടോ. അപ്പുവിന്റെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് ദയ പരിഭവിച്ചു. എന്റെ പെണ്ണിന് വേദനിച്ചു. സോറി, ഇനി വേദനിപ്പിക്കില്ല. അതും പറഞ്ഞ് അപ്പു ദയയുടെ മൂക്കിൻ തുമ്പെ ഒരു ഉമ്മ കൊടുത്തു. ദയ നിറഞ്ഞ ചിരിയോടെ കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു. ഇനി പറ അപ്പുവേട്ടാ, ജ്യോതി മിസ് പിന്നെ എന്തൊക്കെ പറഞ്ഞു? ജ്യോതിയുടെ കൂടെ വന്ന കിരൺ അവളുടെ അമ്മാവന്റെ മോനാണെന്ന് പറഞ്ഞില്ലേ? കിരണിന് ജ്യോതിയെ കുഞ്ഞുനാള് മുതലേ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് അവന് തുറന്നു പറയാൻ പറ്റിയില്ല. അതെന്താ അപ്പുവേട്ടാ അയാള് തുറന്നു പറയാത്തെ ജ്യോതി മിസ്സിനോട്? ദയ ഒന്നുകൂടെ അപ്പുവിന്റെ നെഞ്ചിലേക്ക് കയറിക്കിടന്നോണ്ട് ചോദിച്ചു. അന്നേ കിരണിന് ജോലിയൊന്നും ശരിയായില്ലായിരുന്നു. പിന്നെ രണ്ടുപേരും ഒരു പ്രായവും. അതും പറഞ്ഞിട്ട് അപ്പു ദയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ഒരു ജോലിയൊക്കെ ഒപ്പിച്ചിട്ട് വീട്ടുകാരോട് പറയാമെന്ന് കിരൺ തീരുമാനിച്ചു. പക്ഷെ എടി പിടിയെന്ന് ജ്യോതിയുടെ കല്യാണം തീരുമാനിച്ചപ്പോൾ കിരണിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്. പിന്നെ ജ്യോതിയുടെ കല്യാണവും കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് ജ്യോതി അനുഭവിച്ചതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ അതും പറഞ്ഞ് ദയ നോക്കി. ജ്യോതി പിന്നെ അവളുടെ അമ്മാവന്റെ വീട്ടിൽ ചെല്ലുന്ന നമ്മുടെ വീട്ടിലെ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ്. പിന്നെ അവിടെ അവര് ഒരുമിച്ചല്ലേ? അപ്പൊ അവര് തമ്മിൽ സംസാരിച്ചു. അവന്റെ ഇഷ്ടം കിരൺ ജ്യോതിയോട് തുറന്നു പറഞ്ഞു. ഇപ്പൊ ഒന്ന് നിശ്ചയം നടത്തി വെക്കത്തേ ഉള്ളൂ. ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് കല്യാണമുള്ളൂ. അതും കിരണിന്റെ തീരുമാനമാണ്. ഇപ്പൊ എന്റെ പെണ്ണിന് സമാധാനമായോ? അപ്പൊ അവളോട് ഓരോ കുസൃതി കാണിച്ചോണ്ട് ചോദിച്ചു. ദേ അപ്പോട്ടാ, മാറിക്കേ, എന്നെ അപ്പച്ചി തിരക്കുന്നുണ്ടാവും. അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതും ദയ കപടദേഷ്യത്തോടെ പറഞ്ഞു. നീ അമ്മയോട് പറഞ്ഞാൽ മതി എന്റെ കൂടെ ആയിരുന്നു എന്ന്. അപ്പു ഒന്നൂടെ കൊഞ്ചിക്കൊണ്ട് ദയോട് പറഞ്ഞു. അയ്യടാ, ഞാൻ പോവാ. ഇങ്ങനെയോ? അപ്പു ദയെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യേ, അപ്പോട്ടനൊരു നാണോ ഇല്ല. അതും പറഞ്ഞ് ദയ ഷീറ്റും താഴെ ചിതറിക്കിടന്ന് തന്റെ ഡ്രസ്സും വാരിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. അവള് പോകുന്നത് നിറഞ്ഞ ചിരിയോടെ അപ്പു നോക്കിക്കിടന്നു. ദയ ഫ്രഷായി ഇറങ്ങുമ്പോൾ അപ്പു നല്ല ഉറക്കത്തിലാണ്. ഒന്നൂടെ അവനെ നോക്കിയിട്ട് ദയ പുറത്തേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങി വന്ന ദയ ആരും അച്ചും കളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളൂ. ദയ വന്നപ്പോഴേക്കും ഉച്ചത്തേക്കുള്ളത് ലക്ഷ്മിയമ്മ റെഡിയാക്കിയിരുന്നു. പിന്നെ അച്ഛനെയും മാമയും വിളിക്കാനായി ആരും അച്ചും ദയും കൂടെ തുമ്പിമോളയും കൊണ്ട് തൊടിയിലേക്ക് ഇറങ്ങി. അവര് 3 പേരും കൂടെ കൃഷ്ണൻ നായരും വാസുദേവനും വിളിച്ചോണ്ട് വന്നപ്പോഴേക്കും അപ്പൊ കഴിക്കാൻ എഴുന്നിട്ടുണ്ട്. അപ്പു മാത്രമല്ല കണ്ണനും ഉണ്ട് കഴിക്കാതിരിക്കാൻ. അച്ചുവിനെ കണ്ണനെ കണ്ടപ്പോ എന്തോ ഒരു ടെൻഷൻ. കണ്ണനും അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. ദയ നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്ത് പോയി വിളമ്പാൻ നിന്നു. ആരും കണ്ണന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് എന്തോ ആലോചനയിൽ നിൽക്കുന്ന അച്ചുവിനെ അവളുടെ അടുത്തേക്ക് പിടിച്ചിരുത്തി. അച്ചു പേടിയോടെ കണ്ണനെ ഒന്ന് നോക്കി. അവനും അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, എനിക്കിനി കണ്ണേട്ടന്റെ വായിരിക്കുന്ന കേൾക്കാനാണല്ലോ യോഗം. ആ വായിൽ നിന്ന് വരുന്നത് കേട്ടോണ്ട് നിൽക്കാൻ എന്റെ മനസ്സിന് ധൈര്യമില്ല. അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതാരും കാണാതെ അച്ചു തുടച്ചിട്ട് ചുറ്റും ഇരിക്കുന്നവരെ ഒന്ന് നോക്കി. ബാക്കി എല്ലാവരും തറവാട്ടിലെ വിശേഷം പറയുന്ന തിരക്കിലാണ്. അത് കണ്ടപ്പോ അവൾക്കൊരാശ്വാസം തോന്നി. കണ്ണനും കണ്ടിരുന്നു അച്ചുവിന്റെ കണ്ണിലെ കണ്ണുനീരിനെ. എന്നോട് ക്ഷമിക്കു പെണ്ണെ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് യോഗമില്ല. നിന്നെ ഈ മഹാപാപിയുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതല്ല. എന്റെ അവഗണന കണ്ടാലേ നീ പോകും. പക്ഷെ ആരുമില്ലാതെ അനാഥയായി അവിടെ കഴിയേണ്ടവളല്ല നീ.
കണ്ണൻ എന്തോ ഒന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് കഴിച്ചെഴുന്നേറ്റ് പോയി. അവന് പുറകെ ബാക്കിയുള്ളവരും കഴിച്ചെഴുന്നേറ്റത്. പിന്നെ കുറച്ചു നേരം എല്ലാവരും സിറ്റൗട്ടിൽ സംസാരിച്ചിരുന്നു. റൂമിൽ നിന്ന് സിറ്റൗട്ടിൽ വന്ന കണ്ണൻ അവരുടെ കൂട്ടത്തിൽ അച്ചുവിനെ കാണാതെ ചുറ്റും ഒന്ന് നോക്കി. ഇവളിത് എവിടെ പോയി? കണ്ണൻ ചുറ്റും ഒന്നുകൂടെ നോക്കി. അപ്പോഴത്തെ ലക്ഷ്മിയമ്മയുടെ മടിയിൽ കിടന്നു. അച്ഛനും മാമയും കൂടെ എന്തൊക്കെയോ നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുന്നു. ദയ തുമ്പിമോളയും കൊണ്ട് സിറ്റൗട്ടിലെ താഴത്തെ പടിയിലിരിക്കുന്നു. ആരുവിനെയും കാണാനില്ല. അപ്പൊ രണ്ടും കൂടെയാണ് പോയിരിക്കുന്നത്. കണ്ണൻ മനസ്സിൽ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് നോക്കിയതും ആരും മുറ്റത്ത് നിന്ന് കയറി വരുന്നു. കയ്യിലൊരു കാർത്തിക ചട്ടിയും ഉണ്ട്. അപ്പൊ അവൾ അസ്തറയിൽ വിളക്ക് വെക്കാൻ പോയതാണ്. അപ്പൊ അച്ഛനെ കാണാനില്ലല്ലോ. അവൾ ആരുവിന്റെ കൂടെ പോയില്ലേ? കണ്ണൻ ഓരോ ചിന്തയോടെ നിന്നു. ആരും അകത്തേക്ക് കയറാൻ നിന്നതും ലക്ഷ്മിയമ്മ വിളിച്ചു. നീ എവിടെ പോവാ? ആ കൊച്ചിന് ഒന്നാതെ വയ്യ. ഇപ്പൊ നീ അങ്ങോട്ട് പോകണ്ട, ഇവിടെ എങ്ങനെ വന്നിരിക്കെ. ലക്ഷ്മിയമ്മ കലിപ്പിൽ പറഞ്ഞതും ആരും എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് തേടെ അടുത്തേക്ക് പോയിരുന്നു. ആരുവിന്റെ പിറുപിറുപ്പ് കേട്ട് ലക്ഷ്മിയമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ണൻ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് മുകളിലേക്ക് നടന്നു. മുകളിൽ ആരുവിന്റെ റൂമിന്റെ വാതിക്ക് നിന്നിട്ട് അകത്തേക്കൊന്ന് എത്തി നോക്കി. അവിടെ ഒരു ബാഗിൽ അവളുടെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുകയാണ്. അവൻ ചുറ്റും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ഡോർ അടച്ച് കുറ്റിയിട്ടു. ഡോർ അടയുന്ന ശബ്ദം കേട്ട് അച്ചു ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടതും അച്ചു പേടിച്ചു. ഇനിയും വാക്കുകൾ കൊണ്ട് നോവിക്കാൻ വന്നതാണോ? ഞാൻ നാളെ പോകുമല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ ഭീഷണിപ്പെടുത്താൻ തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് അച്ചു ചിന്തിച്ചു. തന്നെ കണ്ട് പേടിച്ചു നിൽക്കുന്ന അച്ചുവിനെ കാണാൻ കണ്ണന് നെഞ്ചിലൊരു വേദന തോന്നി. നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴും എന്റെ മനസ്സ് നിന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. ഈ കള്ളുകൂടി മയക്കുമരുന്നുമായി നടക്കുന്ന എന്നെ നിനക്ക് വേണ്ടടോ. നിനക്ക് എന്നെക്കാട്ടിൽ നല്ലൊരു പയ്യനെ കിട്ടും. എന്റെ കൂടെ കൂടി തന്റെ ജീവിതം കൂടി നശിപ്പിക്കേണ്ട. അവൻ മനസ്സിൽ പറഞ്ഞോണ്ട് അവളെ നോക്കി. എങ്ങോട്ടാ? കണ്ണൻ ചോദിച്ചതും പലവിധ ചിന്തയിൽ നിന്ന് അച്ചു ഞെട്ടി അവനെ നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എങ്ങോട്ടാണെന്ന്? താൻ ചോദിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്ന അച്ചുവിനോട് കണ്ണൻ ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോയാൽ തനിക്കെന്താ? ഞാൻ തോന്നുന്നിടത്ത് പോകും. ഞാൻ ഒരു അനാഥയായതുകൊണ്ട് ഇങ്ങനെ ഓരോ വീടുകൾ കയറി അവിടെ ഉള്ളവരെ പറ്റിച്ച് നടക്കാലോ. പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാലോ. ആരും ചോദിക്കാനും വരില്ല, താനും ചോദിക്കേണ്ട. പിന്നെ ഞാൻ നാളെ പോകാൻ പറയാൻ വന്നതാണ്. ഞാൻ റെഡിയാണ് പോവാൻ. നാളെ രാവിലെ തന്നെ ഞാൻ പോകും. താൻ എന്നോട് പറഞ്ഞു നോക്കി. ലക്ഷ്മിയമ്മയോടും അച്ഛനോടും മാമയോടും ദയോടും ആരുവിനോടും ഒന്നും എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. അവരൊക്കെ വിഷമിക്ക് താൻ മാറിയില്ല എന്നറിയുമ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. നാളെ പോയാലും പിന്നെ ഇവരെ ആരെയും ഞാൻ വിളിക്കാനും പോകുന്നില്ല. ഞാൻ ഇവരെയൊക്കെ ചതിച്ചു എന്ന് തന്നെ അവർ കരുതിക്കോട്ടെ. എന്നെ സ്നേഹിച്ചവർ ഞാൻ കാരണം വേദനിക്കാൻ പാടില്ല. വയറ് നിറച്ച ആഹാരവും കിടക്കാൻ സ്ഥലവും പിന്നെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹം ഇവിടെ ഉള്ളവർ എനിക്ക് തന്നിട്ടുണ്ട്. അത് മതി എനിക്ക്. തനിക്ക് കേൾക്കാൻ സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒന്ന് പോയിത്താ. അച്ഛൻ തൊഴുത് പറഞ്ഞതും കണ്ണ അച്ചു അത്രയും പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു. അവനൊന്നും വേണ്ട റൂമിന് പുറത്തേക്ക് പോയി. അവളെ ഇനിയും കുത്തി നോവിക്കാൻ അവനായില്ല. അവൾ എവിടെയാണേലും അവൾക്ക് പഠിക്കാനും ജോലി നേടാനായാലും എന്താവശ്യത്തിനായാലും ഞാൻ മറഞ്ഞിരുന്ന് സഹായിക്കും. നിന്നെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചിരുന്നു പെണ്ണെ. പക്ഷെ വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും പെണ്ണെ. നീയല്ലാതെ എന്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല പെണ്ണെ. നീ മറ്റൊരുവനും സ്വന്തമായെന്ന് അറിയുന്നത് വരെ ഞാൻ നിന്നെ സഹായിക്കും പെണ്ണെ. നിന്റെ നിഴലെ ഞാൻ എന്നും കൂടെ ഉണ്ടാകും. നീ പോകാൻ തന്നെ തീരുമാനിച്ചു അച്ചു? രാവിലെ തന്നെ പോകാൻ ഒരുങ്ങുന്ന അച്ചുവിന്റെ അടുത്ത് വന്ന് നിന്നോണ്ട് ആര് ചോദിച്ചു. പിന്നെ പോകാതെ? അവരൊക്കെ കണ്ടിട്ട് എത്ര നാളായി പെണ്ണെ. ഇനി കുറച്ചു ദിവസം അവരുടെ കൂടെ നിന്നിട്ട് വരാൻ ഞാൻ. നിന്റെ കല്യാണം ആവുമ്പോഴേക്ക് ഞാൻ വരാൻ പെണ്ണെ. അച്ചു ആരുവിന്റെ താടി പിടിച്ചോണ്ട് പറഞ്ഞു. വന്നില്ലേ ഞാനങ്ങ് വരും നിന്റെ അമ്മമാരുടെ അടുത്തൊന്ന് ഈ വീടിന്റെ മരുമകളാക്കാൻ. അപ്പൊ പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നിൽക്കില്ലല്ലോ. ആരും അച്ചുവിനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു. മരുമകൾ. അച്ചുവിന് അവളെ കുറിച്ച് ഓർത്തപ്പോൾ പുച്ഛം തോന്നി. ഞാൻ ഇനി വരില്ലാരും. നിനക്ക് വിഷമം തോന്നല്ലേ പെണ്ണെ. നിങ്ങളുടെ കൂടെ നിങ്ങളിൽ ഒരാളാകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പെണ്ണെ. പക്ഷേ മനസ്സിൽ ഓർത്തപ്പോ തന്നെ അവളുടെ ചുണ്ടൊന്ന് വിതുമ്പി. അത് ആരും കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്ന് ബാഗിൽ എന്തോ തിരയുന്നത് പോലെ നിന്നു. ആരും എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അച്ചു അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഈ പെണ്ണെ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? താൻ കിടന്ന് വായിട്ടലച്ചിട്ടും ഒന്നും മറുപടി പറയാതെ നിൽക്കുന്ന അച്ചുവിനെ നോക്കി ആര് ചോദിച്ചു. ആ കേൾക്കുന്നുണ്ട് പെണ്ണെ, നീ പറഞ്ഞു. അച്ചു ചെറു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അടുത്ത മാസമാണ് കല്യാണം. അപ്പൊ കുറച്ചു ദിവസം നിന്നിട്ട് ഇങ്ങ് പോരണം അവിടെ നിന്ന്. പിന്നെ ഡ്രസ്സ് എടുക്കലും സ്വർണ്ണം എടുക്കലും ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും എന്റെയും ദേടേയും കൂടെ നീ വേണം, കേട്ടല്ലോ. ഓ ഉത്തരവ് പോലെ റാണി, അച്ചു തൊഴുതുകൊണ്ട് പറഞ്ഞു. അന്ത ഭയം ഇറുക്കണം. ആരും അച്ചുവിന്റെ തോളിൽ തട്ടി പറഞ്ഞതും അച്ചു ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നതും ആരുവിനെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈകൾ അയച്ചുകൊണ്ട് അച്ചു കണ്ണ് രണ്ടും അമർത്തി തുടച്ചു. പിന്നെ അവളെ നിന്ന് അടർന്നു മാറി. ആ ഇനി നിന്നാ ശരിയാകില്ല, ഞാൻ ഇറങ്ങുവാടി പെണ്ണെ. അതും പറഞ്ഞ് അച്ചു ബെഡിൽ കിടക്കുന്ന ബാഗ് എടുത്ത് തോളിലിട്ടു. ഇങ്ങനെ എടുക്ക് പെണ്ണെ, ഞാൻ പിടിക്കാം. ആരും അച്ചുവിന്റെ തോളിൽ കിടക്കുന്ന ബാഗ് പിടുത്തിട്ടോന്ന് പറഞ്ഞു. അതിന് വെയിറ്റ് ഒന്നും ഇല്ലടി, നീ വാ. അതും പറഞ്ഞ് അച്ചു ആരുവിന്റെ കൈ ചുറ്റിപ്പിടിച്ചോണ്ട് താഴേക്ക് നടന്നു. രണ്ടെണ്ണം കുറെ നേരം ആയല്ലോ അകത്തേക്ക് പോയിട്ട്, ഇതുവരെ കണ്ടില്ലല്ലോ. ദേഹം മുകളിലേക്ക് നോക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു.
ആ പെണ്ണ് അതിനെ ഒരുങ്ങാൻ സമ്മതിക്കുന്നില്ലായിരിക്കും. ലക്ഷ്മിയമ്മ ചെറിയ ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നാമതേ അച്ചു പോകുന്നതിന് അവിടെ ആർക്കും ഒരു താല്പര്യവുമില്ല. അതിന്റെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ അവർക്കുണ്ട്. ആ ദേ വരുന്നു അപ്പച്ചി. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുവിനെയും അച്ചുവിനെയും നോക്കിക്കൊണ്ട് ദേ ലക്ഷ്മിയമ്മയോട് പറഞ്ഞു. ലക്ഷ്മിയമ്മ നോക്കാൻ നേരം രണ്ടും കൂടെ കയ്യിലും കോർത്ത് പിടിച്ചോണ്ട് വരുന്നു. പോയിട്ട് വേഗം വരണം കേട്ടോ മോളെ. അച്ചു വന്ന് ലക്ഷ്മിയമ്മയുടെ അടുത്ത് നിന്നതും അവര് പറഞ്ഞു. ആ വരാമേ. അതും പറഞ്ഞു നോക്കിയത് കണ്ണന്റെ മുഖത്തേക്കാണ് അച്ചു. അവനെ കണ്ട മാത്രമേ അച്ചുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞു വന്നെങ്കിലും അവന്റെ മുന്നിൽ ഇനി തോൽക്കാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. പൊടുന്നനെ അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റി. കണ്ണൻ വേദനയിലും ഒന്ന് ചിരിച്ചു. തന്നോട് ദേഷ്യം തോന്നി തുടങ്ങി. ഇനി അവൾ നല്ലതുപോലെ ജീവിച്ചോളും. അവൾ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അതവളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട്. എന്നെ വെറുത്താൽ നല്ലൊരു ജീവിതം അവൾ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അവൾ എന്നെ ഓർത്ത് അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കും. അപ്പോ ഇത് തന്നെയാണ് നല്ലത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പൊടുന്നനെ അവൻ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. അച്ചു തിരിഞ്ഞു നോക്കാൻ നേരം കണ്ണനെ അവിടെ കാണാനില്ല. എന്നോടൊരു കടുകുമണി പോലെ സ്നേഹം തോന്നിയില്ലേ കണ്ണേട്ടാ? അവളുടെ മനസ്സ് അലമുറയിട്ട് അവനോട് ചോദിച്ചു. കണ്ണ അവന്റെ റൂമിനകത്ത് അവൾ പോകുന്നത് കാണാൻ കഴിയാതെ തലയണയിൽ മുഖം പൂഴ്ത്തി കണ്ണുനീർ വാർത്തു. എന്നോട് ക്ഷമിക്കു പെണ്ണെ. ചിലപ്പോ പോലീസ്, അതല്ലെങ്കിൽ കിഷോറും ഡേവിഡും, അവരുടെ ആരുടെയെങ്കിലും പിടിയിൽ ഞാൻ പെടും. അപ്പൊ ചിലപ്പോ നിന്നെ പോലും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാ പെണ്ണെ, ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഞാൻ നിന്നെ പറഞ്ഞു വിടുന്നത്. കണ്ണൻ മനസ്സുകൊണ്ട് അവളോട് ക്ഷമ ചോദിച്ചു.